ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബ്രിഗാദിയ ഗോൾഡൻ ഡയമണ്ട്, ചാവക്കാട്. നക്ഷത്രത്തിലക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്നതുല്യം ഈ വെള്ളി ആഭരണങ്ങൾ. ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. പ്ലാറ്റിനം പോലെ സിൽവർ. മഴ കനത്തതോടെ ചാവക്കാട് പൊന്നാനി ദേശീയപാത 66 സർവീസ് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് വെള്ളക്കെട്ടിന് കാരണമെന്നാരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തി. ഇന്നലെ രാത്രി മുതൽ പെയ്ത കനത്ത മഴയാണ് ദേശീയപാത 66-ൽ പലയിടത്തും സർവീസ് റോഡിനെ വെള്ളത്തിനടിയിലാക്കിയത്. പലയിടത്തും ഇരുചക്ര വാഹനങ്ങൾ വെള്ളത്തിൽ മറിഞ്ഞു വീണു. സർവീസ് റോഡിൽ നിർമ്മാണം പൂർത്തിയാകാത്ത മേഖലകളിലെ കുഴികളിൽ ചാടി വാഹനങ്ങൾക്ക് കേടുപാടുകളും സംഭവിച്ചു. വെള്ളം നിറഞ്ഞതിനാൽ കുഴികൾ തിരിച്ചറിയാൻ കഴിയാത്തതാണ് അപകടങ്ങൾക്ക് കാരണമായത്. എഞ്ചിനിൽ വെള്ളം കയറിയതോടെ ഇരുചക്ര വാഹന യാത്രക്കാരിൽ പലരും വഴിയിൽ കുടുങ്ങി. ദീർഘവീക്ഷണമില്ലാത്തതും അശാസ്ത്രീയവുമായ നിർമ്മാണമാണ് ദേശീയപാത അധികൃതർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ഇതാണ് വെള്ളക്കെട്ടിന് പ്രധാന കാരണമെന്നും കോൺഗ്രസ് എസ് സംസ്ഥാന നിർവാഹക സമിതി അംഗം പി കെ സൈതാലിക്കുട്ടി പറഞ്ഞു. അശാസ്ത്രീയമായും ദീർഘവീക്ഷണമില്ലാത്ത വർക്കാണ് നാഷണൽ ഹൈവേയുടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുതിയറ മുതൽ ഇരുപത്തറ സ്കൂൾ വരെയുള്ള അശാസ്ത്രീയമായ വർക്ക് കാരണം ഇരുവശത്തും താമസിക്കുന്ന വീട്ടുകാർക്കും വളരെ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഉണ്ടായ കനത്ത മഴയിൽ അനവധി വാഹനങ്ങളോട് മറിയുകയും ഭാഗികമായി അപകടം പറ്റുകയും ചില യാത്രക്കാരുടെ പാസ്പോർട്ട് മറ്റ് രേഖകളെല്ലാം നഷ്ടപ്പെട്ടതായിട്ട് പറയപ്പെടുന്നുണ്ട്. ടൂ വീലറാണ് കൂടുതലും ഇവിടെ അപകടത്തിൽപ്പെട്ടത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ കാപ്പിക്കാട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള റോഡ് പണി ഏറ്റെടുത്തിട്ടുള്ളത് ശിവാലയ എന്ന് പറയുന്ന കമ്പനിയാണെന്ന് പറയപ്പെടുന്നു. ആ കമ്പനി എത്രയും പെട്ടെന്ന് ഇവിടെ ദീർഘവീക്ഷണത്തോടുകൂടി വർക്കുകൾ പൂർത്തീകരിക്കണം. തന്നെയുമല്ല, പഴയതായിട്ടുള്ള NH-18 ടിപ്പു സുൽത്താൻ റോഡ്, ഇതിനു മുമ്പുണ്ടായിരുന്ന ടിപ്പു സുൽത്താൻ റോഡ് വളരെ താഴ്ത്തിക്കൊണ്ടാണ് ഇവിടുന്ന് ഇപ്പോൾ അവർ മണൽ നീക്കം ചെയ്തത്. അതിൻ്റെ ഭാഗമായി ഇരുവശത്തും താമസിക്കുന്ന വീട്ടുകാരുടെ വീടുകളിൽ നിന്നും വെള്ളം ഒലിച്ചു റോഡിലേക്ക് ഇറങ്ങി വീട്ടുകാരുടെ പറമ്പിൽ നിന്നും മണൽ നീങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടെന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്ന് അഭിപ്രായപ്പെടുകയാണ്. വെള്ളക്കെട്ട് രൂക്ഷമായതോടെ യാത്രക്കാരും റോഡരികിലെ താമസക്കാരും വലിയ ദുരിതമാണ് നേരിടുന്നതെന്നും അധികൃതർ തക്കതായ പരിഹാര നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം സർവീസ് റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് ദേശീയപാത കരാർ കമ്പനി അധികൃതർ അറിയിച്ചു. സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിന് അധിക പലിശ നൽകണം? 1 രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്. കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം. പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ. ആളൂക്കാരൻ ഗോൾഡ് ലോൺ, വാടാനപ്പള്ളി, ഒരുമനയൂർ, ചാവക്കാട്, ഗുരുവായൂർ. തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര, എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ, അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത. എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ. ആളൂക്കാരൻ ജ്വല്ലറി, മുതുവട്ടൂർ, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി, ഒരുമനയൂർ. 916 BIS ഹോൾമാർക്ക് ഗോൾഡ് and 925 sterling silver ornaments. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.